So, hello guys, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് കോണാദി പോഡ്കാസ്റ്റ്. അപ്പൊ രണ്ടാമത്തെ എപ്പിസോഡ് അല്ലേ? രണ്ടാമത്തെ അധ്യായമായില്ലാണ്. ശരിക്കും പറഞ്ഞാടാ, ഞാൻ ആദ്യത്തത് ഇത്രയും കീറുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ നീ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആദ്യം ഞാനൊരു വ്ളോഗ് ചാനൽ തുടങ്ങി. വ്ളോഗ് ചാനൽ തുടങ്ങിയപ്പോ ഞാൻ ഇതുപോലെ എല്ലായിടത്തും ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വ്ളോഗ് എനിക്ക് കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അധികം അങ്ങനെ പുറത്തു പോകാറില്ലല്ലോ, നിനക്കറിയാം. നമുക്ക് അധികം അങ്ങനെ പുറത്തു പോകാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ആയിരിക്കും. ഇതാകുമ്പോ ഇതിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം വന്നു. പക്ഷെ അവിടെ ചാനൽ നമ്മൾ ആദ്യത്തെ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തത് സത്യം പറഞ്ഞാൽ നമ്മളൊരു 10 to 50K, 15 അല്ല 15,000 അതാണ് എക്സ്പെക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു വ്യൂ കൗണ്ട് എന്ന് പറയുന്നത് ഒരു 20,000, 15,000 to 20,000. ഞാൻ പറഞ്ഞാൽ മാക്സിമം അത്രയൊക്കെ കയറത്തുള്ളൂ. വീഡിയോക്ക് അറൗണ്ട് 1,70,000, 80,000 വ്യൂസ് അടുപ്പിച്ചായി. ആൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് അറൗണ്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം നോക്കുവാണെങ്കിൽ 42,000 അടുപ്പിച്ചായി. ഇതിലെങ്കിലും രക്ഷപ്പെടണമല്ലേ, ഇതിലെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇപ്പൊ കണ്ണാപ്പി ഉള്ളത്. കണ്ണാപ്പിയുടെ അവസാനത്തെ ഓപ്ഷനാണ്. കാരണം വായ്ത്താളം മാത്രം ഉള്ളത് കൊണ്ട് ഇതിലെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ എന്തായാലും പണിക്ക് പോകത്തില്ലെന്ന് ഓൾറെഡി അറിയാം. അതല്ല ഞാൻ പോഡ്കാസ്റ്റിൽ അത് മസ്റ്റ് ആണ്. അത് ഇടേ നമ്മള് സത്യം പറഞ്ഞല്ലോ, നമ്മള് മാത്രമേ ഉള്ളൂ അത് ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയണല്ല, നമ്മളെ ഉള്ളു ഈ മണ്ടന്മാരെ പോലെ പോഡ്കാസ്റ്റ്. ബാക്കി എല്ലാരും ഞാന് പൊട്ടനെ കണക്കാണ് ക്രിസ്മസ് എടാ, അതല്ലേ ഞാൻ ഉദ്ദേശിക്കണം. നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ വന്നപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള പോഡ്കാസ്റ്റുകളൊക്കെ കണ്ടത്. അവരൊക്കെ പോഡ്കാസ്റ്റ് എന്ത് സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ എപ്പോഴും അവിടെ ഇരുത്തിയിട്ടുണ്ട്. ദാറ്റ്സ് ക്രൈസി ഒരാളെ എപ്പോഴും പറയാം, ഒരാള് സൂപ്പർ പറയാൻ. നമുക്ക് രണ്ടുപേരും അങ്ങനെ വേണം. നമുക്ക് രണ്ടുപേരും ഉടനെ തന്നെ റിക്രൂട്ട് ചെയ്യണം. ഒരാള് റെഗുലർ സൂപ്പർ എന്ത് പറഞ്ഞാലും ദാറ്റ്സ് ക്രൈസി 55 മിനിറ്റ് അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. ഞാനിത് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും കേട്ടാ. ഇത് നമ്മൾ ഇനി വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കണം. നീ എന്തെങ്കിലും പറയുമ്പോ ഇൻട്രസ്റ്റിംഗ് കാര്യം പറയുമ്പോഴായിരിക്കും എന്തെങ്കിലും പറ്റി അത്ഭുതം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ can't believe bro, you fuck. ആ സാധനം നമുക്ക് വരൂല, നമുക്കത് വരൂല, നമുക്ക് സീരിയസ്നെസ് വരൂല. കഴിഞ്ഞ പോഡ്കാസ്റ്റ് ആണ് അണ്ണ സീരിയസ് ആയിട്ട് പറ്റേ നോട്ടയിലെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു ഇച്ചിരി സീരിയസ്നെസ് എങ്കിലും തോന്നണ്ടെന്ന് വിചാരിച്ച് എഡിറ്ററിനെ കൊണ്ട് മറ്റേ സീരിയസ്നെസ് ഉള്ള BGM അങ്ങനെയെങ്കിലും നമ്മുടെ അതൊരു സീരിയസ് വീഡിയോ. എന്നിട്ട് സീരിയസ്നെസ് വരുന്നില്ല. കമന്റ് ഒക്കെ നോക്കി ചിരിക്കും ഇമോജി. സത്യം എല്ലാം എടാ. പക്ഷെ ഉണ്ടല്ലോ, സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഞാൻ നിങ്ങളുടെ അടുത്തും ഞങ്ങള് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ടെസ്റ്റിംഗ് സാധനം നിങ്ങളെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു അത് ഭയങ്കര കിടിലമായിരുന്നു. അത് ആക്ച്വലി അത് പറഞ്ഞാൽ ഞങ്ങൾക്കും ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കണ്ടപ്പം ഇതിൽ കുറച്ചും കൂടി എഫേർട്ട് ഒക്കെ ഇടണമെന്ന് തോന്നി. അപ്പൊ ലാസ്റ്റ് നമ്മുടെ വീഡിയോയില് മൈക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പൊ ഇത് ഫിക്സ് ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സെയിം മൈക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ റോങ് ആയി കിടക്കുവായിരുന്നു. ഈ മൈക്കിന്റെ തുമ്പത്തൊരു പൂട ഉണ്ടായിരുന്നു, അത് ഈ പ്രാവശ്യം റിമൂവ് ചെയ്ത് കളഞ്ഞു. അതെ, അത് പിന്നെ അതുപോലെ തന്നെ നമ്മള് പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഗസ്റ്റിന് ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്ത പോഡ്കാസ്റ്റ് മുതൽ നമ്മുടെ അപ്പൊ അത് സ്റ്റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൈക്കുകൾ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ മൈക്കുകൾ. കിടിലും പോഡ്കാസ്റ്റ് അപ്പൊ നമ്മള് കുറച്ച് നല്ല മൈക്കും കാര്യങ്ങളൊക്കെ ഉടനെ, അത് തമാശ പറഞ്ഞല്ല, നമ്മള് മൈക്കും കാര്യങ്ങളൊക്കെ ഉടനെ സെറ്റ്. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഒരു പോഡ്കാസ്റ്റിൽ ഒരു ഫസ്റ്റ് ഗസ്റ്റ് ഉണ്ടാവും. And it's gonna be a crazy can't believe ഒരു ഗസ്റ്റ് ആയിരിക്കും. അപ്പൊ ഉടനെ തന്നെ വരും നമ്മുടെ ഗസ്റ്റ്. അപ്പൊ നമുക്ക്
ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും അതല്ലേ? ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ 5 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഇന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ വൺസ് അഗൈൻ ഞങ്ങൾ എല്ലായിടത്തും താങ്ക് യു പറയുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരുപാട് വന്നതിൽ, ആൻഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തരണം, നമ്മൾ അതനുസരിച്ച് ഇത് ചെയ്യാം. അപ്പൊ നീ എന്റെ വാലാണെന്നാ പറയണേ. നമുക്ക് ഈ കാര്യം അത്രേ ഉള്ളു നമ്മള്. അപ്പം മെയിൻ ആയിട്ട് ഗൈസ് പുതിയ ചാനലാണ്, നിങ്ങൾ ആരും സബ് ചെയ്യാതിരിക്കരുത്. നമ്മുടെ വീഡിയോ കാണാൻ, നമ്മുടെ വീഡിയോ ഏകദേശം 1,70,000 പേര്, പക്ഷേ 40,000 പേരെ സബ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആരും ഇതുവരെ സബ്സ്ക്രൈബ് അതായത് സബ് ചെയ്യണം. അത് ഗൈസ് അത് സബ് ചെയ്യണം. നമ്മളെ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ്, അതാണ് നമ്മളെ ഈ രണ്ടാമത്തെ വീഡിയോ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പൊ ചാറ്റിൽ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരണം നമുക്ക്, അത്രേ ഉള്ളു പറയാൻ. അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് ആക്ച്വലി ഈ ഇതൊരു ചെറിയ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തുടങ്ങിയ ഒരു സാധനമാണ്, അല്ലാതെ പറഞ്ഞില്ല. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കഥയാണ്. അപ്പൊ നമ്മള് നമ്മുടെ അതിലുള്ള ക്രൂ പയ്യനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് ഒന്ന് വന്നടാ, ജസ്റ്റ് വന്ന് നമ്മുടെ ഭയങ്കര ഇൻട്രോവേർട്ട് പയ്യനാണ്. ഇതാണ് നമ്മുടെ GM അനന്തു ആണ് നമ്മുടെ ക്യാമറമാൻ. അനന്തു ആണ് നമ്മുടെ വർക്ക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അനന്തുവിനെ കൂടെ നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയർ ആക്കി തരാന്ന് വിചാരിച്ചു. അപ്പൊ അനന്തു ആണ് നമ്മുടെ ക്രൂ മെമ്പർ, ക്യാമറാമാൻ. അപ്പൊ നമ്മള് വലിയ ക്രൂ അല്ല, നമ്മള് കൊണാത പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ ക്രൂ ആരൊക്കെയാണ് മെയിൻ ക്രൂ ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാന്, കണ്ണാപ്പി, ഇല്ല ഞാന്, കണ്ണാപ്പി, വിനീത്, രഘുല്, ബോബ് ആൻഡ് നമ്മുടെ GM, ഇത്രയും പേരായിരിക്കും ഈ ഒരു ക്രൂവിലുള്ളത്. ആൻഡ് ഈ ഒരു ക്രൂവിന്റെ കുറച്ച് കാര്യങ്ങൾ നല്ല വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. അത് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യും. അപ്പൊ നമുക്ക് അധികം ഒന്നും പറഞ്ഞ് നീട്ടണ്ട, നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പം അണ്ണൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ ഇറങ്ങി പോസിറ്റീവ് റിവ്യൂ എല്ലാം കണ്ടല്ലോ. എന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ച് അതില് മെയിൻ ആയിട്ട് എല്ലാവരും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കൊണ എന്നുള്ളൊരു പേര്. അതെ, അത് ഭയങ്കര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സിക്കൽ ഒരു സാധനമായി. അതായത് അതൊരു വൃത്തികെട്ട വാക്കല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇവർക്കൊന്നും അതിന്റെ ഫുൾ ഫോം അറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ കൊണ എന്നുള്ളതിന്റെ KONA എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ അധ്യായം നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇത് രണ്ടാമത്തെ അധ്യായം. അതാണ്. അപ്പൊ ഇത്രയും ഡിവൈൻഡ് ആയിട്ടുള്ള ആ ഒരു പേരിനെ എങ്ങനെയാണ് ആൾക്കാർക്ക്, അത് എങ്ങനെ കുറ്റം പറയാൻ പറ്റുമല്ലേ? കുറ്റം പറയാൻ പാടില്ല. നമ്മൾ ഇത്രയും കിടിലം പേര്, അതായത് കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങൾ. അതാണ് ഒത്തിരി ബുദ്ധിമുട്ട് കണ്ടുപിടിച്ചാണ്. സത്യം ഭയങ്കര റിസർച്ചിന് ഒടുവിൽ കണ്ടെത്തിയ ഒരു പേരാണ്. ഇപ്പൊ കുറച്ചവന്മാര് പറയാൻ കേട്ടാ, ഈ പേരിന് നമുക്ക് ഊക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മള് പേര് തിരിച്ചു പറയാം. സത്യം അതാണ്. എന്നാലും ആരെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറയണതുപോലെ കൊണ എന്നുള്ളൊരു പേരിന്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങൾ. അതാണ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു പേരിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയണം. അതിന്റെ ഒരു സോൾ എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ ഇത്. അപ്പം നമ്മുടെ പേരിന്റെ കാര്യം എത്രേ ഉള്ളൂ. ഇതാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിനൊരു നല്ല മീനിങ് കൂടെ കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനത്തെ ഒരു പേര് ഇടാന്ന് വിചാരിച്ചത്. അപ്പം നമ്മള് എന്ന് പറയാം, ഇത് വിടുന്നത് പറഞ്ഞാൽ അടിച്ച് കറക്കും ഞാൻ, ഒരു സംശയമല്ല കേട്ടാ. കേട്ട് മടുത്ത മനുഷ്യൻ. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് അങ്ങോട്ട് കിടക്കാം. കമ്പാരിറ്റീവ്ലി എടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു എന്താടാ ഇംഗ്ലീഷ് പറയുമ്പോ എനിക്ക് നമ്മളെ സീരിയസ്നെസ് പോഡ്കാസ്റ്റ് ഓർമ്മ വരും. അല്ലല്ല കമല, ഞാൻ അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ ഭയങ്കര സ്പീഡിൽ പോയി ഈ വർഷം. അത് പെട്ടെന്നായിരുന്നു, കണ്ണടച്ചുറങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ സത്യം കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്ന് പറയുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞു. ആ ഒരു ടൈം, അതായത് നവംബറിലായിരുന്നല്ലോ എന്റെ കല്യാണം. ഡേറ്റിന്റെ കാര്യം ചോദിച്ചു കല്യാണമായിരുന്നു. കല്യാണത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഓടി
മീൻസ് അപ്പോഴേ എനിക്കറിയാം, കാരണം കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. അപ്പൊ എനിക്ക് അതിന്റെ പ്രഷർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എനിക്കത് മറക്കാൻ പറ്റത്തില്ല പെട്ടെന്ന്. അപ്പോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഓടിയത് കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോ എനിക്കത് പെട്ടെന്ന് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മ. അത് ശരിയാണ്. ഈ 2024 എന്ന് പറഞ്ഞ വർഷം തുടങ്ങുകയും തീരുന്നതും പെട്ടെന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. സത്യം, ഒരു മിന്നൽ വേഗതയായിരുന്നല്ലേ. 2024 ചെയ്തു തീർക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ 2025 ആയപ്പോഴും മനസ്സിൽ കിടക്കുക. അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയത് പോലും തുടങ്ങുന്നതിന് മുമ്പ് വർഷം കഴിഞ്ഞു. വർഷം തീർന്നു. സംബന്ധിച്ചാല് ഈ 2024 തുടങ്ങിയ സമയത്ത് എനിക്ക് ജിമ്മിൽ പോയി ഒരു പ്രോപ്പർ ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാ. ഇതിപ്പോ വർഷം ഇത്ര പെട്ടെന്ന് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. വർഷം ഇത്ര പെട്ടെന്ന് പോയോണ്ട് വർഷം ഇത്ര പെട്ടെന്ന് കൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. വർഷം പെട്ടെന്ന് പോയതല്ല, നമ്മള് ഉഴപ്പി സ്പീഡായിട്ട് കളഞ്ഞതാ ആണല്ലേ. അല്ലാതെ ഈ വർഷം മാത്രം ഇങ്ങനെ സ്പീഡായിട്ട് പോണേ. നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. സത്യം പറയാം, ഞാൻ തിന്നു കേട്ടോ. തിന്നല്ലേ കുറെ വീടുകളിൽ ഞാനും വെയിറ്റ് കുറച്ച് കൂട്ടിയതല്ലാതെ വേറെ ഒന്നും കൂടിയിട്ടില്ല. വെയിറ്റ് കൂടിയ അർത്ഥം ഹെൽത്ത് പോയി. ചക്കയായി രാവിലെ എണീക്കുന്ന മറ്റേ മെഷീൻ. അതെ അല്ലാതെ അത് ഇതായിട്ട് കൂട്ടണ്ട, അതൊരു ഗെയിൻ ആയിട്ട് കൂട്ടണ്ട. വീട്ടിലിരുന്ന് ഒന്നും അതേ ഉള്ളൂ. വേറെ നമുക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, മെയിൻ കാര്യം പറയാനാണെങ്കിലടാ, ഇപ്പൊ കഴിഞ്ഞ വർഷം 2024 തുടങ്ങിയ സമയത്ത് ലൈവില് വന്ന് വലിയ മറ്റേ സർക്കിട്ട് ഒക്കെ അടിച്ച് ഞാൻ പറഞ്ഞത് ലൈവിൽ ഇരുന്ന് പറഞ്ഞ് 2 മാസം കഴിയുമ്പോ നിന്റെയൊക്കെ തൊലി നിൽക്കുമോ കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് തൊലിക്കുന്നതല്ലാതെ അവരുടെ തൊലി ഇതുവരെ നിന്നിട്ടില്ല. കാരണം കാര്യം എന്താ, 2 മാസം ജിമ്മിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഒരു ഇത് പറയാം കേട്ടോ. ഞാൻ നിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്നാ 1 മാസം പോയി ആ ഒരു ഫ്ലോ കിട്ടുമ്പോ അതില്ല, ആദ്യമേ 4 മാസത്തെ അഡ്വാൻസ് കൊടുക്കും. എന്നാലേ പോയി തുടങ്ങുന്ന ഒരു മൂഡ് വരുള്ളൂ കേട്ടാ. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ പോവും, അതും ഇല്ല. ഒരാഴ്ച പപ്പയോട് എന്റെ പപ്പ ഇതായിരുന്നു, മിസ്റ്റർ കർണാടക ആയിരുന്നു. അപ്പൊ ബാംഗ്ലൂർ ആയിരുന്നു കേട്ടാ. അപ്പൊ ആള് മിസ്റ്റർ കർണാടക ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ജെനറ്റിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. വർക്കൗട്ട് ഒക്കെ ചെയ്താൽ എന്റെ ബോഡി പെട്ടെന്ന് സെറ്റ് ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ 3 ദിവസം ജിമ്മിലൊക്കെ ഒരാഴ്ച ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ എന്റെ ബൈസിപ്സ് ഒക്കെ ഇങ്ങനെ ഒരു വിസിബിൾ ആയി കഴിയുമ്പോൾ ഞാൻ ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വെളിയിലോട്ട് താഴോട്ടില്ല. പതിവില്ലാതെ പപ്പയോട് സംസാരിക്കും. അന്നേരം സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഒരു 2 വട്ടം ജിമ്മിൽ പോയ സമയത്ത് പപ്പ എന്റെ അടുത്ത്, മോനെ ഇതുപോലൊക്കെ കഴിക്കണം, കറക്റ്റ് സമയത്ത് ഉറങ്ങണം, സെറ്റ് ആയിട്ടോ. പിന്നീട് ഞാനിത് ഓരോ വട്ടം പകുതിക്ക് നിർത്തുമ്പോഴേ പിന്നെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ സ്ലീവ്ലെസ് ഇട്ടിരിക്കുമ്പോ ഒരു വിലയില്ല കേട്ടാ. പിന്നെ പപ്പ മുഖത്ത് നോക്കി പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ സപ്ലിമെന്റ്സ് ഒക്കെ മേടിച്ച് വീട്ടിൽ താഴെ കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടിക്കും. മമ്മിയോട് പറയും, മമ്മി കറക്റ്റ് 7 മണിക്ക് തന്നെ മറ്റേ ബൂസ്റ്റ് തരണം, അത് തരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം പപ്പ ഇങ്ങനെ പുച്ഛിച്ച് ഇങ്ങനെ നോക്കി അത് ഇങ്ങനെ പോകും. ആദ്യമൊന്നും പറയില്ലായിരുന്നു കേട്ടോ. പിന്നെ മുഖത്ത് നോക്കി പറയാൻ തുടങ്ങി. 2 ദിവസം പോകും, 3ന്റെ തന്ന് എന്ത് ചെയ്യുമോ നീ, ഇങ്ങനെയാണ് ആശുപത്രി കളയുള്ളതെന്ന് പറഞ്ഞ പുള്ളി പറയണ സത്യമാ. പുള്ളി അതും കഴിഞ്ഞിട്ട് സീൻ എപ്പോഴായെന്ന് പറയട്ടെ, 2024 വെറുതെ വീട്ടിലിരുന്ന് 1 ദിവസം പനി വന്ന് ആശുപത്രി പോയപ്പോ ഉണ്ടല്ലോ, ചെന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ഞാൻ നോക്കിയപ്പോ ബ്ലഡ് റിസൾട്ട് വന്നപ്പോ വേറെ ഏതോ അപ്പാപ്പന്റെ, എന്റെ അല്ല. ഞാനങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത് ഇത് ബ്ലഡ് മാറിപ്പോയി, ഇത് എന്റെ ബ്ലഡ് അല്ല. എന്നിട്ട് എനിക്ക് വിശ്വാസം വരാതെ ഞാൻ വേറെ അടുത്ത് കൊണ്ട് ബ്ലഡ് ചെക്ക് ചെയ്തു. അവിടുന്ന് സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. എനിക്ക് കൊളസ്ട്രോള്, പ്രഷർ എന്തൊക്കെ ഉണ്ടോ അത് അറിഞ്ഞില്ല. പ്രായത്തിന്റെ അല്ലടാ, ആ ഒരു വർഷം എന്തായാലും 10-27 വയസ്സായി. അല്ല, ആ ഒരു വയസ്സിൽ വരേണ്ടതല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊന്നും ഈ കൊളസ്ട്രോളും ഇതൊന്നും നമ്മളിങ്ങനെ അനങ്ങാതെ ഇരുന്ന് ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നതിന്റെ ഒരു ഇതുകൊണ്ടാ. എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പോണു, ക്രിക്കറ്റ് കളിക്കാൻ പോണു, എന്തൊക്കെ എല്ലാം ചെയ്ത് ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരാനൊക്കെ നോക്കി. ഒരു ടാർഗറ്റ് ഞാൻ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. അല്ലല്ല, ഞാൻ ഇത് പറഞ്ഞോട്ടെ, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ 2025 മുമ്പ് ഇങ്ങനെ ആക്കുന്നതിന് മുമ്പ് വർഷം തീർന്നു. അണ്ണാ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ പറയാ, നമ്മളിപ്പോ ഈ ഡയറ്റ് ഒക്കെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നോക്കും. ഇപ്പൊ പഴയ പോലെ അല്ല, നമ്മൾ ഇൻസ്റ്റ തുറന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇല്ല അവിടെ ഓഫറിന് മന്തി അത് കിട്ടും, ഓഫറിന് മന്തി. പിന്നെ മറ്റേ ബിരിയാണിയുടെ മണ്ടയ്ക്ക് ഐസ്ക്രീം കോരി വെച്ചത്, പഴത്തില് ചോക്ലേറ്റ് നിറച്ചത്. അത് വേറൊരു ആക്യുറേറ്റ് കാര്യം എന്ന് പറഞ്ഞല്ലോ. നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇവിടെ അങ്ങനെ ഡെലിവറി ഒന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് വെളിയിൽ പോണ ആളുമല്ല ഫുഡൊന്നും കഴിക്കാൻ. പക്ഷെ ഡയറ്റ് ഒക്കെ എടുത്തിരിക്കുമ്പോഴായിരിക്കും നീ പറഞ്ഞതുപോലെ ഈ ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഒക്കെ സാധനം വരുമ്പോ ഉണ്ടല്ലോ തിന്നാൻ അങ്ങ് തോന്നും. പിന്നെ വണ്ടി പിടിക്കുവോ, മറ്റേ കൊലവണ്ടി കയറിയോ, എങ്ങനെയാലും കടയിൽ എത്തിയാൽ മതി. പിന്നെ കടയിൽ എത്തുന്നു, തിന്നുന്നു. അതുവരെ ഇല്ലാത്ത ക്രേവിങ്സ് വരും ഡയറ്റ് എടുക്കുമ്പോ.
അത് എന്താന്ന് അറിഞ്ഞൂടാ. ഡയറ്റ് എടുക്കുമ്പോഴല്ല, അല്ല രാത്രി സമയത്താണ് നമ്മള് രാത്രി നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മള് ലേറ്റ് നൈറ്റ് ഇരുന്ന് ഗെയിം കളിക്കുമല്ലോ. ഈ ഗെയിം കളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജസ്റ്റ് റീൽസ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇതായിരിക്കും. മറ്റേ ഇതുപോലെ ബിരിയാണിയുടെ മണ്ടയ്ക്ക് വെച്ച് കുത്തി വെച്ചത്, സൈഡിൽ ഡെസേർട്ട് കേസരിയൊക്കെ വെച്ച് അടിച്ച് കയറ്റാൻ സത്യോടാ. അപ്പോഴേ വണ്ടി എടുക്കും. നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നമ്മൾ ഈ വട്ടം മറന്നില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ പറഞ്ഞ കാര്യം മറന്നു. സന്തോഷ് പരമി അന്ന് തൊട്ട് കഴിക്കാൻ തുടങ്ങിയതാ. കിടുക്ക് സാധനം, എന്ത് ടേസ്റ്റ് അതില്. പ്രൊമോഷൻ വിളിക്കും കേട്ടോ. അടുത്ത പോഡ്കാസ്റ്റ് ചിലപ്പോ സന്തോഷ് പരമിയുടെ സ്പോൺസർഷിപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കാവൂ. നമ്മള് കമ്പനി നിർത്തിപ്പോയതാണ്. നല്ല സാധനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, സന്തോഷ് പരമിയൊക്കെ കിടുക്ക് സാധനം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം നമ്മൾ പറഞ്ഞു അതെന്തായിരുന്നു, നമ്മളിപ്പോ സന്തോഷ് പരമിയെ പറ്റി പറഞ്ഞേ, വർഷം പെട്ടെന്ന് പോയത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജിമ്മിന്റെ കാര്യമല്ല, ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. ടൈം കിട്ടിയില്ലെന്നല്ല, ടൈം പെട്ടെന്ന് പോയതുപോലെ ലീപ് ഇയർ ആയിട്ട് ഫീൽ ചെയ്തില്ലേ? ലീപ് ഇയർ അത് മറ്റേ എത്രയാണ്ട് വർഷം കൂടി ഇരിക്കുമ്പോ വരുന്നതല്ലേ? അല്ലല്ല, ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വരും. എല്ലാ വർഷവും ലീപ് ഇയർ ഉണ്ടോ? എല്ലാ വർഷം. എന്നാ ഫെബ്രുവരി ലീപ് മന്ത്. എല്ലാ വർഷവും ലീപ് ഇയർ ഇല്ല. ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷം അടിക്കും കേട്ടോ. അറിയാത്ത ആരും പറയല്ലേ, കേറും. അത് വേണ്ട, നമുക്ക് അതിനെ പറ്റി മറന്നു. ലീപ് ഇയറിനെ പറ്റി ഇത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്തു വരാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയില്ല. ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2024 ഞങ്ങളുടെ ഇടയ്ക്കോട്ടൊരു കുഞ്ഞാവ വേണം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് ആദ്യം പറഞ്ഞ ഇല്ലായിരുന്നു. അടുത്ത പോഡ്കാസ്റ്റ് അപ്പൊ കുഞ്ഞാവ വേണം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ലൈക്ക് അത് ആക്സിഡന്റൽ ആണത്. അപ്പൊ എന്താ അതായിരുന്നു മെയിൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാ. അതായത് 2024 കഴിയുമ്പോഴത്തേക്കിന് ഒരു സേവിങ്സ് ഒക്കെ ആക്കി സെറ്റ് ആവണം എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ 2024 അവസാനം ആയപ്പോഴത്തേക്കിന് സേവിങ്സ് എന്ന് പറഞ്ഞ പോരാ, സേവിങ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് നേരെ റിവേഴ്സ് ഗിയറിലോട്ട് പോയിട്ട് ഒരു 4 ലോണും കൂടെ എക്സ്ട്രാ ആയി. മനസ്സിലായ? ഇപ്പൊ അതാണ് അവസ്ഥ. 5 ലോൺ എക്സ്ട്രാ ആയി. അല്ലാതെ വേറെ സേവിങ്സ് എന്ന് പറയാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ വർഷം. ഇനി വേണം 2025. അതാണ് വർഷം. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നാളും ഞാൻ ചില സ്വപ്നമൊക്കെ കാണുമായിരുന്നു. ഞാൻ 2020 നമ്മൾ ഈ ഫ്യൂച്ചർ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ 2019 ജീവിക്കുമ്പോൾ 2025 ഇന്ന ഡെവലപ്മെന്റ് നമ്മൾ ആ ഒരു തിങ്കിങ് വരത്തില്ലേ? ഈ വർഷമായിരിക്കണം ആ വർഷം. ഞാൻ ജിമ്മിൽ അഡ്വാൻസ് ഓൾറെഡി കൊടുത്തിട്ട് വെറുതെ എല്ലാ വർഷവും അല്ലേ ഡിസംബർ തൊട്ട് പോകാന്നാണ് പറഞ്ഞത്. ഡിസംബർ പോയിട്ടില്ല. അപ്പൊ തന്നെ പാളിയില്ലേ? ഇവിടെ തന്നെ പാളി. ഇനിയിപ്പോ വരും. ഞാനടക്കം ഒരു ലക്ഷം ആൾക്കാര് 1-ാം തീയതി വെയിറ്റ് ചെയ്തിരിക്കാം. വേറെ പലതും നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ 1-ാം തീയതി ആകുമ്പോ എല്ലാം വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനല്ല 10 ദിവസം കഴിഞ്ഞ് ഈ റീൽസ് ഒക്കെ തോണ്ടി 10 ദിവസം കഴിഞ്ഞിരിക്കുമ്പോ ജൂണാവും. 6 മാസം അത് കഴിഞ്ഞൊരു 10 റീൽസ് കൂടെ തേമ്പുമ്പോഴത്തേക്കിന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്താണ് കൊണാത പോഡ്കാസ്റ്റ് തുടങ്ങിയത്. അതാണ് സംഭവിക്കാൻ പോണത്. പക്ഷേ എടാ ഞാൻ പറയട്ടെ, നമുക്കൊരിക്കലും സമയം സ്പീഡായിട്ട് പോയി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്ത് നമ്മള് ഇതായിട്ട് കളഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സമയം പെട്ടെന്ന് പോയതുപോലെ നമുക്ക് തോന്നണേ. പക്ഷേ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഡിഫറൻസ് തോന്നാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഇത്ര നെറ്റ്വർത്ത് വേണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത ഒരാള് ഇപ്പൊ ചിലപ്പോ ഈ 2024 നെറ്റ്വർത്ത് അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചോ, പുള്ളിക്ക് ചിലപ്പോ ഈ ഇയർ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കിത് പെട്ടെന്ന് പോയതുപോലെ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മള് ഇനിഷ്യേറ്റീവ് എടുത്ത സാധനവും അതിന്റെ ഒരു റിസൾട്ട് വരാൻ നിന്ന സാധനവും എല്ലാം എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് പക്ഷെ ഫീൽ ചെയ്ത ആൾക്കാരുണ്ടാവും വേറെ. മെയിൻ ആയിട്ട് ഈ ഫീൽ ചെയ്യുന്ന എവിടെ ഈ സ്കൂൾ പിള്ളേര് മറ്റേ 3 മണി ബെല്ലിന് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ. പണ്ട് നമ്മളൊക്കെ പഠിക്കത്തില്ല, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 3 മണി ആ ജനഗണമന ഒന്ന് പാടാനായിട്ട് വെയിറ്റ് ചെയ്യും. അതല്ല ചില കൊണ്ടുണ്ട് മറ്റേ ബാഗിന്റെ വള്ളിയില്ലേ, ബെഞ്ചെ കെട്ടിയിട്ട് അതല്ല ജനഗണ പാടുന്ന സമയത്തുണ്ടല്ലോടാ, മറ്റേ
ഓരോ സാധനങ്ങൾ പറക്കി വെക്കണമല്ലോ ബാഗിനകത്ത്, സൗണ്ട് കേൾക്കാൻ പാടില്ല. സിബ് അടയ്ക്കുന്ന സൗണ്ട് പോലും മറ്റേ പിൻ ഡ്രോപ്പ് ഒക്കെ ആയിട്ട് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസില് നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ടൊന്ന് ടീച്ചറിനെ ഇങ്ങനെ ഒന്ന് നോക്കും, വീണ്ടും അടയ്ക്കും. എന്നിട്ട് അതൊന്നും അടച്ചു കിട്ടാ പാടി തീർക്കാൻ നോക്കിയിരിക്കണം നമ്മള് വെളിയിൽ ഇറങ്ങാൻ. സത്യമായിട്ടും അത് ഇല്ലടാ, പിള്ളേരിലുള്ള ഒരു ഡിഫറൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു ടൈം ഒക്കെ ആകുമ്പോ നമുക്ക് ഫാമിലി നോക്കണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം വരൂലേ. അത് ചില ആൾക്കാർക്ക് ആഗ്രഹം മാത്രമേ വരുള്ളൂ. ഈ 2024 എനിക്ക് ശരിക്കും അങ്ങനെയായിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പം 2024 കുറിച്ചാണ് നമ്മൾ ഇത്ര സംസാരിച്ചത്. അപ്പം അണ്ണൻ 2024 എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെയാണ് അണ്ണന്റെ 2024 എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? 2024 ശരിക്കും പറഞ്ഞാടാ എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഫാമിലിയൊക്കെ നോക്കിയത്. അപ്പൊ ഫാമിലിയൊക്കെ ഒരു സമയം തൊട്ടേ, ഞാനൊരു 19-20 വയസ്സ് തൊട്ടേ ഞാനാ നോക്കുന്നത്. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ആ സമയത്ത് വന്നതാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫിനാൻഷ്യലൊക്കെ നല്ല സ്റ്റേബിളായി എല്ലാം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഫിനാൻഷ്യലി ഒരു ഡൗൺ ടൈം വരുന്നത് 2024. ഈ ഫിനാൻഷ്യൽ ഡൗൺ ടൈം വന്നപ്പോ എനിക്ക് മനസ്സിലായി ആരൊക്കെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. അതെന്നെ ഒരു വലിയൊരു ലെസണാ പഠിപ്പിച്ചത്. അതായത് ഈ ഞാൻ ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞ് ഒന്ന് പ്രോമിനന്റ് ഒക്കെ ആയതിനു ശേഷം ഫിനാൻഷ്യൽ ലൈബിലിറ്റി, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ലൈബിലിറ്റീസ് ഒക്കെ വന്നത് ഈ വർഷം. അതായത് മറ്റേ ഇൻകം ടാക്സിന്റെ ഇഷ്യൂ അതൊക്കെ വന്നപ്പോൾ ഞാൻ സേവിങ്സ് ഒക്കെ എല്ലാം എടുത്ത് അതിനകത്ത് അടച്ചു. നമുക്ക് ആ സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു ടാക്സിന്റെ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം എല്ലാം അതെടുത്ത് അതിനകത്ത് കുറെ സേവിങ്സ് എല്ലാം അതിൽ ഉപയോഗിച്ചു. കല്യാണം നടത്തിയത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോഴത്തേക്കും ഞാൻ ഫിനാൻഷ്യലി ഒക്കെ നല്ല ട്രബിൾ വന്നു കേട്ടോ. ഈ സമയത്തൊക്കെ എനിക്ക് ഒറ്റ കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളുള്ള ആൾക്കാരുടെ അടുത്തുണ്ടല്ലോ, പൈസ ഡീലിംഗ് ഒരിക്കലും ചെയ്യരുത്. നീ ഇപ്പൊ നിന്റെ ഒരു കൂട്ടുകാരന് പൈസ കൊടുക്കുമെന്ന് വിചാരിച്ചോ, അത് തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലും കൊടുത്താൽ ഓക്കെ, നമുക്കൊരു ഇതുണ്ടാവും. ഓക്കെ, പക്ഷെ നേരെ തിരിച്ച് ചിന്തിക്കരുത്. അതായത് ഞാനിപ്പോ അവനെ സഹായിച്ചു, എന്റെ ഡൗൺ ടൈം വരുമ്പോ അവനും എന്നെ സഹായിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന, ചിലപ്പോ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമുക്കുണ്ടല്ലോ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ ഉള്ളൊരു വിഷമം വരും. അങ്ങനെ ഞാൻ സഹായിച്ച ആൾക്കാർ എന്നെ തിരിച്ച് സഹായിച്ചില്ലെന്നല്ല, എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഡൗൺ ടൈം വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക്, അതായത് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഒന്നത്. പക്ഷെ ഞാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ പോലും എന്നെ സഹായിച്ചില്ല. അതായത് അവർക്ക് അന്നേരം മനസ്സിലാവും ഇവന്റെ ഇപ്പൊ പൈസ ഇല്ല, അപ്പൊ ഇത് കൊടുത്താൽ റിസ്കാ എന്നുള്ള രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്ത ആൾക്കാരും ഉണ്ട്. അവിടുന്ന് ഞാൻ മനസ്സിലായല്ലേ കുറെ ആൾക്കാരെ മനസ്സിലായി. ഞാൻ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് വിശ്വസിക്കുന്ന കാര്യമാണ്. എനിക്ക് അത്രയ്ക്കും ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഫിനാൻഷ്യൽ ഡീലിംഗ് വെക്കുവാണെങ്കിൽ ഞാൻ ഇനി തിരിച്ചൊന്നും റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കത്തില്ല. അവർക്ക് തരാൻ പറ്റുമെങ്കിൽ തരട്ടെ. ഒന്നത്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ ഒരു വൃത്തിയുടെ സ്വഭാവം എനിക്ക് ഇപ്പോഴും മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കും. അത് സത്യം. അത് ഞാൻ അണ്ണന്റെ അടുത്ത് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം. എന്റെ അടുത്ത് എല്ലാരും പറയാനുള്ള, ഞാനെന്നല്ല എല്ലാരും, അണ്ണനെ പരിചയമുള്ള എല്ലാരും എന്റെ വീട്ടിലും അത് എപ്പോഴും പറയാറുണ്ട്. എടാ, നീ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വിശ്വസിക്കുന്ന നേരം നിർത്ത്. നീ അവരുടെ അടുത്ത് കുറച്ച് നാളുടെ പരിചയം കാണിക്കുക, എന്നിട്ട് നമ്മള് കുറച്ച് കമ്പനി ആവോ അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുകയോ ചെയ്താൽ ഒരു കാര്യം ഉണ്ടെന്ന്. എനിക്ക് ഇപ്പോഴും തിരുത്താൻ പറ്റാത്ത എന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്റെ കിക്കിന്റെ കോൺട്രാക്ട് പോയി. അത് ഞാൻ വളരെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളെ കാണിച്ച് പുള്ളി അത് പബ്ലിക് ആക്കി, അത് അവരറിഞ്ഞു. അങ്ങനെ കോൺട്രാക്ട്, അതും നമ്മള് ഒരു 3-4 മാസം കഷ്ടപ്പെട്ട് 90 മണിക്കൂറൊക്കെ സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ രാത്രി കുത്തിയിരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് ചെയ്ത് 2-3 മാസത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം അതൊന്നും അല്ല. എന്റേത് പോയത് പോട്ടെ, എന്റെ കൂടെ റിബലിന്റെയും ഡ്രീമറിന്റെയും എല്ലാവരുടെയും പോയി അവർക്കും പൈസ കിട്ടാതായപ്പം ഞാൻ ഒരുമാതിരി അവരെ ഇത് ചെയ്തതുപോലെ ആയിപ്പോയി. എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ മെന്റലി ഫക്ഡപ്പ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഒന്നും വരായിരുന്നതിന്റെ കാര്യം പോലും അതാണ്. നമ്മള് കാരണം മറ്റൊരാൾക്കൊരു ദോഷം ഉണ്ടാവുക അറിയുന്നത്, അത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അതൊരു വിഷമമാണ്. അത് ഉറപ്പായിട്ട് വരും. 2024 മെയിൻ ആയിട്ട് ഞാനിത് ലൈവിലും പറഞ്ഞ കാര്യമാണ്. മെയിൻ ആയിട്ട് എന്റെ 2 ലെസൺസ് എന്ന് പറഞ്ഞാൽ, ഈ ഫിനാൻഷ്യൽ ഡീലിംഗ് എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ ഈ പൈസയുടെ വില ഉണ്ടല്ലോ കണ്ണാപ്പി, അത് ശരിക്കും അതിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും ഇല്ല. അത് വേറെ ഒന്നിനും അത് ഉള്ളപ്പോ നമുക്കൊരു വിലയുണ്ട്. അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാണ്ടാവുമ്പോ ഉണ്ടല്ലോ, ആ വില വീണ്ടും ഒരു വട്ടം കിട്ടിയിട്ട് നമുക്കത് കുറയുമ്പോൾ നമുക്ക് ആ വിഷമം വരും. അതായത് പൈസ എല്ലാം പറയണം, ഈ പറയണ റെസ്പെക്ട് അല്ലെങ്കിൽ ഈ പറയണ കാര്യങ്ങളാ, അത് നമ്മുടെ കയ്യിൽ ഉള്ളപ്പോ നമുക്ക് ആൾക്കാരിൽ ബാക്കിയുള്ളവർ, എടാ നമ്മുടെ നല്ല പൈസ ഉള്ളപ്പോ ഉണ്ടല്ലോ,
എല്ലാരും കൂട്ടുകാരെല്ലാം വിചാരിക്കും ഓ അവന് കൊടുത്ത എന്തായാലും തിരിച്ചു കിട്ടും. ധൈര്യമായിട്ട് കൊടുക്കും. പക്ഷെ ഇല്ലാത്തപ്പോ ചോദിച്ചു നോക്ക്, നോക്കുമ്പോൾ 100 റീസൺസ് പറയും ഓരോരുത്തര്. അത് എല്ലാവരും ഒന്നും പറയണില്ല, കൂടുതൽ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. ആ ഒരു സാധനം ഞാൻ ഈ വർഷം ഫേസ് ചെയ്തതാ. അപ്പൊ 2024 എനിക്ക് മെയിൻ ആയിട്ട് എന്നെ പഠിപ്പിച്ച 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഇനി എനിക്ക് വേണ്ട. ചെയ്യുവാണെങ്കിൽ തന്നെ അത് ഞാൻ അങ്ങ് എന്റെ കയ്യിൽ നിന്ന് പോയ പൈസ അല്ലെങ്കിൽ അവർക്ക് ഞാൻ കൊടുത്ത പൈസ ആയിട്ട് അങ്ങ് കൂട്ടും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിശ്വസിക്കുന്ന ഒരു കാര്യം. അതെനിക്ക് ഇപ്പോഴും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പയ്യെ മാറ്റാൻ പറ്റൂല. അത് ഞാൻ പയ്യെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കും. ഞാൻ ഉണ്ണി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. എടാ അങ്ങനല്ലടാ, ഞാൻ രഘുല വന്നിട്ട് പറയാ ഞാൻ ഉണ്ണിയാണ് കണ്ണനല്ലെന്ന് പറഞ്ഞാൽ അണ്ണൻ വിശ്വസിക്കും. അങ്ങനല്ലടാ. മെയിൻ ആയിട്ട് ഞാൻ പറയട്ടെ, അത് എന്റെ മാത്രം പ്രശ്നമാണെന്ന് അറിഞ്ഞുകൂടാട്ടാ. ഈ ആൾക്കാരൊക്കെ ഞാൻ നല്ല ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്തൊന്ന് ഓക്കെ ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അവരോട് ഭയങ്കര കാര്യം. എനിക്കത് എന്താന്ന് അറിഞ്ഞൂടാ. എനിക്കത് അങ്ങനെ എന്താ അറിഞ്ഞൂടാ. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്നും എന്റെ അടുത്ത് വന്ന് എടാ നീ ഓക്കെ അല്ലേ, എത്ര റിവലറി ഉള്ള ആളാണെങ്കിൽ പോലും എന്റെ അടുത്ത് അങ്ങനെ വന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് അതിനു മുമ്പ് അവൻ എന്നെ പുറകിന്ന് കത്തിക്ക് കുത്തിയതാണെങ്കിൽ പോലും ഞാൻ മറന്നു. എനിക്ക് അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്, അത് എനിക്ക് മാറ്റണം. അല്ല എനിക്ക് അത് ബാക്കി ആരെ കൊണ്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, അറിയാലോ. അത് ലൈക്ക് അതെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ചില സമയത്ത് അതെന്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. പക്ഷേ സ്റ്റിൽ എനിക്ക് എന്റേതായിട്ടുള്ള സൈഡിൽ നിന്ന്. അപ്പൊ 2024 എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു വർഷമല്ല. പിന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ എനിക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാവ വരാൻ പോകണമെന്ന് പറഞ്ഞത് എന്റെ കല്യാണം 2023 ആയിരുന്നു. 24 എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ, അവള് ഈവൻ ദോ ഞങ്ങളത് പ്ലാൻ ചെയ്തല്ലെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ അവളും പറയുമായിരുന്നു, എടാ നമുക്കിപ്പോ ഒരു കുഞ്ഞാവ ആയാൽ തന്നെ നീ അങ്ങനെ കരിയറിന്, അവള് എയർ ഹോസ്റ്റസ്, എനിക്ക് അവളോട് അതിന്റെ കാര്യത്തിൽ ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം അവള് ഭയങ്കര ആഗ്രഹിച്ചു മേടിച്ച ജോലിയാണ്. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ച്, ഒരു വട്ടം ഞാൻ ഇങ്ങനെ ചോദിച്ച്, അഥവാ ഇപ്പൊ ഒരു കുഞ്ഞാവ ആയാലും എന്താ നമുക്കത് പിന്നീടത്തേക്ക് മാറ്റി വെക്കേണ്ട വരുമോ? അന്നേരം അവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അവളെന്നോട് പറഞ്ഞാണ്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അതിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്ന ഒരു പ്ലാൻ അവക്കില്ല, അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട, എന്നോട് ഞാനത് പറഞ്ഞോണ്ട് ചെല്ലരുതെന്ന്. അതായത് കുഞ്ഞിനെ വേണ്ടെന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ നമുക്ക് ഈ പറയണത് പോലെ അബോഷനോ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ചിന്തിക്കുകയോ പോലും വേണ്ടെന്ന് എന്റെ അടുത്ത് അവള് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇട്ടപ്പോ എനിക്ക് ഒരു ഇതായി. അത് കഴിഞ്ഞ് കുഞ്ഞോവ ആയി, അവള് പോസിറ്റീവ് ആയി എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്, അയ്യോ അത് ശരിക്കും ഈ വേറെ ആൾക്കാരുടെ റീൽസിലൊന്നും കാണുന്ന പോലല്ല. നമുക്കൊരു ഫാമിലി ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര രസമാണ് അത്. ആ എക്സൈറ്റ്മെന്റ് നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. എന്റെ 2024 എന്റെ ബെസ്റ്റ് മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ അതാ. ആൻഡ് കുഞ്ഞാവ വെളി വരാൻ ഇനി ഏകദേശം ഒരു 2 മാസം ഇതിന് കയ്യിലിങ്ങനെ ഇരുന്നു. അതൊരു ഇതൊക്കെയായിരുന്നു എന്റെ 2024 എന്റെ ലൈഫിൽ സംഭവിച്ചത്. അപ്പൊ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? എന്റെ 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്നെ ആമ മുയലൂടെ ഉള്ള അടിക്കാൻ വഴി പോയ ഉറുമ്പ് കടന്നാല് എല്ലാം എന്നെ കടിച്ച്. ഇനി ആമ മുയലും ഒച്ചടിച്ച് കിടക്കി മറ്റേ ഓർമ്മയില്ല, ചക്രപ്പടി ചെവിയിലൊക്കെ ബാക്കി എല്ലാരും എന്നെ അടിച്ചോണ്ടാ. ഇനി ഇതിക്കുള്ളൊരു നല്ലൊരു വർഷം പോലല്ല. അതുകൊണ്ട് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാപ്പിയാണ്, ഒരു സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ സാഡാണ്. കുറെ ഹാപ്പി മൂവ്മെന്റ്സ് ഉണ്ടാ. ഏറ്റവും കൂടുതൽ മെന്റലി ഡൗൺ ആക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഒരു ഇത് തന്നെ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ട് കണ്ണാപ്പി, പണിയെടുത്താലേ പൈസ കിട്ടും. വെറുതെ ഇരിക്കുക. അപ്പൊ പണിയെടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നീ ചെയ്തത്, അതുകൊണ്ടാണ് ഫിനാൻഷ്യലി പോയത്. ഫിനാൻഷ്യലി എന്നെ ഇങ്ങനെ ഡൗൺ ആക്കി. അപ്പം എനിക്ക് എത്ര ലൈവ് കിട്ടി ഈ വർഷം? വിരലിലെണ്ണാവുന്ന ലൈവല്ല, ഒരു 100 ലൈവ് ഒന്നും എന്തായാലും 100 ലൈവ് ഒന്നും എന്തായാലും ഇല്ല. എന്തായാലും ഇല്ല. അതിലും കുറച്ചേ പറ്റുള്ളൂ. അല്ല, ഈ വർഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയനാണ് ഞാൻ. ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലേസിനെസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇപ്പം രാവിലെ എണീക്കും. ഇപ്പം അണ്ണ എന്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞ്, കണ്ണാ നീ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുതെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് മുടക്കി കഴിഞ്ഞാൽ അണ്ണ അന്ന് മറ്റേ ഹെൽത്ത് ഒക്കെ പോയി ചെക്ക് ചെയ്ത സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് നീ എന്ത് കാരണം വെച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണം. അപ്പം ഈ സാറിന് നമ്മള് ഗെയിം കളിച്ചിട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് 2 മണി 3 മണിയാവും.
അപ്പം അമ്മയ്ക്കാണെങ്കിൽ ജോലിക്ക് കൊണ്ടുവരും 4:30 പോകണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്മ 4:30 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഞാൻ ഒരു 5:30 ആകുമ്പോ കഴിക്കും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ മുടങ്ങിയില്ല. അങ്ങനെ എന്നിട്ട് ഒരു 7 മണിയാകുമ്പോ കിടന്നുറങ്ങും. ഇങ്ങനെയാ എന്റെ റുട്ടീൻ. അത് ഭയങ്കര ഹെൽത്തി റുട്ടീൻ ആയി പോയിട്ടാ. എടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടന്നുറങ്ങാനാണ് പിന്നെ നീ എന്തിനാ എന്നിട്ട് ഉച്ചയ്ക്ക് എണീറ്റ് ലഞ്ച് പ്രോപ്പർ ലഞ്ച് കഴിക്കും 2 മണിയാകുമ്പോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചായയും കടിയും. അത് കഴിഞ്ഞ് വീണ്ടും ഡിന്നർ. അത് കഴിഞ്ഞ് വീണ്ടും ഈ റുട്ടീൻ. ബ്രേക്ക്ഫാസ്റ്റും മുടങ്ങുന്നില്ല ഇത്. അയ്യോ അത് ഭയങ്കര ഇതായി പോയിട്ടാ. അത് എടാ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതാണ് നല്ലത്. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉറക്കം ഉറച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറഞ്ഞല്ലോ, ഈ നമ്മളെ ഈ ഉറങ്ങാതിരുന്നിട്ട് രാവിലെ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇഡ്ലിക്കുട്ടത്തിന് കോരി എഴുതുന്ന ഇഡ്ലിയും സാമ്പാറും അതിന്റെ കൊണ്ടെങ്കിൽ ചമ്മന്തിയും കൂടെ വെക്കണം. അണ്ണാ ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ ചോദിച്ചാൽ മതി 8 അല്ലേ 10 ഇഡ്ഡലി, അതിൽ കുറഞ്ഞ ഞാൻ കഴിക്കാറില്ല. അച്ഛൻ ചായ അണ്ണ പൂ പോലത്തെ ഇഡ്ഡലിയാണ്. മറ്റേ മാവുണ്ടല്ലോ. എടാ ഞാന് അപ്പൊ നിന്റെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചക്ക കണക്കായിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ശരിക്കും പപ്പ കണക്കായി, ഞാൻ സാന്റാ ക്ലോസ് കണക്കായി. പക്ഷെ നല്ല രീതി വണ്ണം വെച്ചാ ഞാൻ ഏകദേശം ഒരു 55-60 കിലോ ഉള്ളായിരുന്നു. ഇപ്പൊ ഏകദേശം 78-75 കിലോ അടുപ്പിച്ചായി. 75-78 കിലോ ഇങ്ങനെ മാറി മാറി നിൽക്കാം. ആ ഒരു കിലോ റേഞ്ച് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പം അസുഖങ്ങള് എന്തേലുമൊക്കെ കാണും. ചെക്ക് ചെയ്യാത്ത പേടി കൊണ്ടാണ്. എല്ലാവർക്കും എനിക്ക് ആശുപത്രി ഭയങ്കര പേടി. എനിക്ക് പോയി ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ, പക്ഷെ ഒരു തരത്തിൽ ആദ്യമേ അറിഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ പേടിയാ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പേടിച്ചിട്ട് ഞാൻ 2 മാസം ഇതുപോലെ ഡയറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഡയറ്റ് ഒക്കെ പ്രോപ്പർ കൊണ്ട് ഈ സെയിം ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യും. ഇതൊരു സംഭവിച്ചാല് അണ്ണാ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ മടിയനാക്കുന്നത് എന്തെന്ന് അറിയും? ഈ റീൽസ് ആണ്. സത്യം റീൽസ് അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലോകത്തിൽ ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ അഡിക്ഷൻ. കഴിക്കുമ്പോ റീൽസ്, കക്കൂസി പോകുമ്പോ റീൽസ് ഇല്ല എനിക്കിപ്പോ ജീവിക്കാൻ പറ്റൂല. സത്യം ഞാൻ കുറെ വട്ടം നോക്കിയടാ, ഈ ഫോൺ മാറ്റി വെച്ചിട്ട് ബാത്റൂമിൽ പോയി എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഫോൺ എടുത്തോണ്ടേ പോകും. അതങ്ങ് ശരിക്കും അത് ഏറ്റവും വിഷമമുള്ളൊരു സീൻ എന്നിട്ടാണ് ഈ ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് റേഞ്ച് ഇല്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ റീൽസ് കാണുമ്പോ ലോഡാവുന്നത്. ഇൻട്രസ്റ്റിംഗ് റീൽസ് കണ്ടോണ്ടിരുമ്പോ പകുതി വരെ ഇങ്ങനെ. പണ്ടത്തെ ആൾക്കാരുടെ ഫിയർ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോ വെള്ളം ഇല്ലാതിരിക്കും. എനിക്ക് പണ്ട് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അറിയോ. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു കേട്ടാ, അതായത് ക്ലോസറ്റിനകത്തൂടെ പാമ്പ് വരുന്നു. അങ്ങനെ പാമ്പ് കൊത്തുവാന്ന് പറഞ്ഞ എനിക്കുണ്ടല്ലോ ഞാനത് എനിക്കതങ്ങ് ഫിയർ ആയി. അതങ്ങ് ഞാൻ പിന്നെ ഇത് ആലോചിക്കും, എന്റെ അമ്മ ഇനി ഇങ്ങനെ കാണാൻ വരുവോ, പാമ്പൊക്കെ ഇങ്ങനെ വെള്ളത്തിനകത്തൂടെ വരുവോ. ഇത് പ്രോബബിലിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ ഈ സെപ്റ്റി ടാങ്ക് പുറത്തല്ലേ വെക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൈപ്പിൽ കൂടി ഈസി ആക്സസ് അല്ലേ പാമ്പിന്. രാജഗോപാലൊക്കെ ഇങ്ങനെ വന്നു അപ്പോഴേ തീരും കേട്ടോ കക്കൂസി. അല്ലല്ല, നമ്മള് പറഞ്ഞത് പറഞ്ഞ പണ്ടത്തെ ആൾക്കാരുടെ ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോ വെള്ളം ഇല്ലാതിരിക്കുവോ അതൊക്കെയാണ്. ഇപ്പോഴത്തെ പറഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോ റേഞ്ച് ഇല്ലാത്തതൊക്കെ ഫിയർ ആയി. അതൊക്കെ ഇപ്പൊ ഫിയർ ആയി. ഇപ്പൊ നമുക്ക് മൂടില്ല, ഇപ്പൊ അങ്ങനെയായി. എടാ അതല്ല നമ്മള് പറഞ്ഞു വന്നത്, അതല്ല എന്റെ ജീവിതം എന്ന് പറഞ്ഞത് അപ്പി മൂത്രം പാമ്പ് ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ജീവിതം എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. അണ്ണന്റെ ജീവിതം പറഞ്ഞപ്പോ ഇവിടെ സീരിയസ്. സത്യം എന്റെ ജീവിതം പറഞ്ഞ ഫുള്ളൊരു കോമാളിയാണ്. ഫുള്ളൊരു കോമാളി ഒരു കോമാളി ജീവിതമാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. നീ നിന്റെ ലൈഫ് ലൈക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഉണ്ടല്ലോടാ, നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഇപ്പൊ എന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും, എന്റെ വീട്ടില് ആണെങ്കിലും പോലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ ഞാൻ എന്റെ വഴിക്ക് പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും ഓരോരുത്തരും പല പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അതായത് ഞാനും ഈ ഒരു ഫീൽഡിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. അപ്പൊ അവർക്കാണെങ്കിലും പേടിയുണ്ടാവും. പക്ഷെ നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, അതിപ്പോ കോമാളി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഹാപ്പിയാണോ അങ്ങനെ തന്നെ പോവാ. അത് അങ്ങനെ തന്നെ പോവാ. നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോ നമ്മൾ കണ്ണാടി നോക്കുമ്പോ നമ്മൾ കംഫർട്ടബിൾ ആണോ ഇടുക, വേറെ ആരും നോക്കരുത്. നമ്മളൊരു മുടി വെട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ മുടി വെട്ടുമ്പോൾ നമുക്കതിൽ നോക്കുമ്പോൾ, കളർ ചെയ്യുമ്പോഴോ നമുക്കതിൽ നോക്കുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുക, ഡു ഇറ്റ്. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒരാളുടെ അഭിപ്രായം ഒരിക്കലും നോക്കരുത്. ലൈക്ക് നീ അതിൽ സന്തോഷമാണോ, സന്തോഷിച്ചിട്ട് അങ്ങ് പോവാ.
അതാണ് ഇപ്പൊ അല്ല നീ ഇപ്പൊ ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു നിന്റെ കുറെ, പക്ഷെ 2024 നിനക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ എന്റെ ഡൗൺ ടൈമിൽ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ എന്റെ പേരൻസ് ആണ്. സത്യം പറയുമെങ്കിൽ അതിപ്പം എന്ത് കാര്യമാണല്ലോ, ഇപ്പം എനിക്ക് ആ ലോക്ക പോയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും മക്കളെ സീനില്ല, എന്തേലും വരുമെന്ന് പറഞ്ഞ് ഇപ്പോഴും വരുമെന്ന് പറഞ്ഞ അമ്മ അവിടെ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വണ്ടിയുടെ ഫിനാൻസ് ആണേലും അല്ലെ പറ്റുന്നത്ര ഞാൻ നോക്കിയാണ്. ഈ ലാസ്റ്റ് 2-3 മാസത്തേക്ക് പോയി എനിക്കിപ്പോ നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻകം കിട്ടുമായിരുന്നു. അപ്പൊ അതിന്ന് ഒരു ഭയങ്കര കുറവാണ്, ഒരു 1/4% ഇപ്പൊ കിട്ടുന്നുള്ളൂ. ജസ്റ്റ് വണ്ടിയുടെ ഫിനാൻസ് അടഞ്ഞു പോകാനുള്ള ഇൻകം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന് എന്റെയും കൂടെ എടുത്തിട്ട് എനിക്കൊരു എമൗണ്ട് എടുത്തിട്ട് ബാക്കിയാണ് ഞാൻ വീട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലാണ് ചോദിച്ചു വെക്കൊണ്ടിരിക്കുന്നത്. എന്ത് വേണോടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് പേരൻസിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിന്റെ അപ്പുറത്തൊന്നും വേറെ ഒന്നിനും കിട്ടൂല. അത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. നിനക്ക് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നെ ഇപ്പം എന്റെ അടുത്താണെ പോലും വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനോ അങ്ങനെ അവർക്ക് വേണം പറയാലോ. ഇല്ല അത് പ്രായം വരുന്നേ ഉള്ളൂ. അത് 2 വർഷം കഴിയുമ്പോ കുവൈറ്റ് വണ്ടി കയറ്റിവിടാന്ന് അത് 2 വർഷം കഴിയുമ്പോ പറയാം. ഞാൻ പിന്നെ കുറെ പരിശ്രമിച്ചിട്ട് അച്ഛന് വിസ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചു പോന്നോന്ന് അച്ഛന് വിസ എടുക്കാൻ പരിശ്രമിച്ചാ ഞാൻ ഒരു 1 ലക്ഷം രൂപ ടിക്കറ്റും ബിസിനസ് ക്ലാസ് കയറ്റി വിടാന്നൊക്കെ പറഞ്ഞു. വാഗ്ദാനം കൊടുത്ത് അച്ഛന് വിസ കൊടുത്ത് അച്ഛൻ തിരിച്ചു പോന്നത്. എന്ത് സീരിയസ് ആയിട്ടാണോ നീ അത് പറയുന്നത്? പരിശ്രമിച്ചു അച്ഛന് വിസയ്ക്ക് വേണ്ടിട്ട് എത്ര വയസ്സുണ്ടോ? കഷ്ടോടാ. എന്നിട്ട് പറ്റൂല സമ്മതിച്ചാൽ അച്ഛൻ തിരിച്ചു പോയായിരുന്നു. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ ഈ വീട്ടിൽ നിന്ന് അച്ഛൻ ബാഗുമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ കാണൂലെന്ന് പറഞ്ഞു. ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം. മറ്റേ റോക്കി ഭായ് പറയുന്ന മാസൊക്കെ അടിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് ലോക്ക് പൊട്ടി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര പണ്ട് ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ പട്ടിയെ മേടിച്ചത്. നമ്മുടെ ചന്ദ്രന്റെ അടുത്ത് എന്റെ ഡോഗിന്റെ അനിയത്തിയാണ് ഇവൻ മേടിച്ചത്. അപ്പം പട്ടിയെ മേടിച്ചു. അപ്പം വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പം ഇപ്പം അച്ഛൻ ഇപ്പൊ അതിനെയാണ് നോക്കുന്നത്. രാവിലെ അതിനെ തിരിച്ചു കൊടുക്കുക. ഇപ്പൊ വീട്ടിൽ ദിവസം ചിക്കൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് 1 കിലോ ചിക്കൻ ഒക്കെയാണ് കൊടുക്കുന്ന ദിവസം. അറ്റ്ലീസ്റ്റ് കുറയ്ക്കുമെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു ഉപകാരം വീട്ടുകാർക്ക് തോന്നി. മനസ്സിലായോ? നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം പോലും ഇല്ല. പട്ടിയാകുമ്പോ കുറയ്ക്കുമെങ്കിലും ചെയ്യുന്ന എന്നെ കൊണ്ട് വീട്ടിലൊരു ഉപകാരം ഉണ്ടാണ്. സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇപ്പൊ ഫുഡ് വേസ്റ്റ് ആവത്തില്ല. സൂപ്പർ ഫുഡ് വേസ്റ്റേ ആവത്തില്ല. 27 മണിക്കൂർ. അപ്പൊ നമ്മള് 2024 നമ്മുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നീ നമ്മള് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന വേറൊരു വലിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെലിബ്രേഷൻസും ഇപ്പോഴത്തെ സെലിബ്രേഷൻ, അതിപ്പോ ക്രിസ്മസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഭയങ്കര ഒരു ചേഞ്ച് വന്നു. സത്യം. ഞാൻ ഓണത്തിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് ദുബായിലായിരുന്നു കേട്ടാ. അപ്പൊ ദുബായിൽ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നാട്ടിൽ വരണം, ഇതൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹം. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ നമുക്ക് മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്നത് നമ്മൾ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കണം. ഹോസ്റ്റലിലും അവിടെയൊക്കെ മാറി നിൽക്കുമ്പോഴാണ് ഇതിന്റെ വില വരുന്നത്. പക്ഷെ തിരിച്ച് നാട്ടിൽ വന്ന പഴയതുപോലൊന്നും ചെയ്യാനും തോന്നൂല. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നീ ആലോചിച്ചു, ക്രിസ്മസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലബില് എല്ലാവരുമായിട്ട് കൂടുന്നു, സാൻഡേ ആവുന്നു, കരോളിന് പോകുന്നു. അന്ന് ഏറ്റവും കൂടുതൽ അടിപൊളി ആവുന്ന എന്തിനാന്നറിയാമോ? ഈ സാൻഡേ ആവുന്നതെന്ന് പറഞ്ഞാൽ കൊറേ മുഷി അത് ഇടാൻ എല്ലാവർക്കും മടിയാണ്. പിന്നെ ഇൻട്രോവേർട്ട് സാൻഡുകളെ ഇഷ്ടമല്ല, ആക്റ്റീവ് ആയിരിക്കണം, ഹൈപ്പർ ആക്റ്റീവ് സാൻഡേ ആയിരിക്കണം. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്കൂളൊക്കെ അടക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ക്ലബില് പോകണം, പൈസ പിരിക്കണം. അന്നത്തെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരോളാണ്. അതൊക്കെ ഒരു വേറെ വീട്ടിലൊക്കെ 500 ഇങ്ങനെ കൈ വെച്ച് അയ്യോ അന്നേരമുള്ള അപ്പൊ ഒരു പാട്ട് പാടും, അല്ലല്ല 500 ഒക്കെ തരുന്ന ചേട്ടന്റെ ഓറയെന്നൊക്കെ പറഞ്ഞാ എന്റെ അമ്മ നമ്മുടെ മറ്റേ ദൈവത്തെ കണ്ടേട്ടോ. 500 ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാരും 10-20 ഒക്കെ തരുന്നത്. 100 തരുന്നവരെ തന്നെ നമ്മള് ഭയങ്കര മറ്റേ ലൈവില് 10,000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്യുന്നത് പോലെയാണ് 100 രൂപ കിട്ടുമ്പോ എന്റെ അമ്മോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അത് ഇടുമ്പോ ഉള്ളൊരു സന്തോഷം വേറെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളല്ല, പക്ഷെ കുറെ പിള്ളേർ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടത്തിന്റെ അത്ര ഉള്ള ഒരു സ്ട്രെങ്ത് ഇല്ല, മനസ്സിലായി? ഇപ്പോഴാണേലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കരോള് വന്നപ്പോ തന്നെ
എത്രയാണ് എല്ലാം കൂടി ഒരു 9-10 പിള്ളേരുണ്ടാവും. പണ്ട് നമ്മുടെയൊക്കെ സമയത്ത്, എന്റെ ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-25 പേരങ്ങ് പോവാ. എല്ലാവരോടും കാണുമ്പോ തന്നെ ഒരു ഇതുണ്ടാവും, കരോളിങ്ങനെ ഒരു കാടളകി വരുന്ന ഒരു ഫീലാ. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആ ഒരു പല കാര്യങ്ങളിലും ഇമ്പാക്ട് പറഞ്ഞു. ക്ലബ്ബുകളിലെ പരിപാടിക്ക് ആൾക്കാർ കാണാനില്ല. ഇപ്പൊ വടംവലിയൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ആണല്ലേ, ഒരു സൈഡ് തൂണി കെട്ടിട്ട് വലിച്ച. ഞാൻ അതല്ല പറയാനടാ, ആൾക്കാര് മാക്സിമം എല്ലാരും ഇപ്പൊ വീട്ടിലിരിക്കുക. എല്ലാരെ പറ്റിയല്ല പറയണേ, കുറെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ട്. കുറെ പേര് ഡിപ്രഷൻ, കുറെ പേര് ഈ പറയണത് പോലെ വേറൊന്നിലും ഇതാവാനുള്ള ഈ സെലിബ്രേഷനുകളോടും ആഘോഷങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പാക്ട്. അതായത് നമുക്ക് ഒരു ക്രിസ്മസ് ആണ്, അല്ലെ ന്യൂ ഇയർ ആണ്, അല്ലെ ഓണമാണ് വരുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആരിലും ഇപ്പൊ വലുതായിട്ട് കാണുന്നില്ല. അത് ശരിയാണ്. പക്ഷെ ഇതില് മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് നാട്ടിലാണെ പോലും എവിടെ ആണെങ്കിലും ഒരു കംഫർട്ട് സോൺ ഒരു പയ്യന്മാരാണ്. ഇതെല്ലാം ഒരു സമയമാകുമ്പോഴത്തേക്കാണ് ഇവര് അവരുടെ സാഹചര്യം അതാണ്, അവർക്ക് പോയേ പറ്റൂ, വീട്ടുകാരെ നോക്കിയേ പറ്റൂ. സത്യമല്ലേ, അവര് എല്ലാരും നമ്മളെ പിരിഞ്ഞു കാണണം. ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നാട്ടില് 4 കൂട്ടുകാരാ. അതിലൊരാള് 2 മാസം മുമ്പേ ദുബായിക്ക് പോയി. ഒരാള് ഈ മാസാവസാനം നേവിയിൽ പോകും, വേറത്തെ എറണാകുളത്ത്. ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് പോട്ടെ, എനിക്ക് ചായ കുടിക്കാനായിട്ട് വിളിച്ചാൽ പോലും പോവാൻ ഇനി ഒരു കൂട്ടുകാരനില്ല നാട്ടില്. അതാണ് മെയിൻ പ്രശ്നം. അവരുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് വെച്ചാൽ എന്തലമ്പിന് കരോളെങ്കിൽ കരോള്, എന്ത് പരിപാടിക്കാ. ഇപ്പൊ അണ്ണൻ ഇവിടെ ഒരു സർക്കിൾ കാണും. ഇപ്പൊ അണ്ണൻ ഇപ്പൊ ആ ഒരു വൈബ് കിട്ടുന്ന പറഞ്ഞാൽ അതിൽ പലരും, ഇപ്പം വിനീതേട്ട ഒരിടയ്ക്ക് ഗൾഫിലല്ലായിരുന്ന, അപ്പൊ അണ്ണ ഇവിടെ വേറെ ഫ്രണ്ട് സർക്കിളായി. അങ്ങനെ ഒരു ഇത് വരുവാണ്. അതാണ് മെയിൻ ഒരു പ്രശ്നം. അത് നമ്മളീ പറഞ്ഞില്ല, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രായക്കാരിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ടായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് കുറയുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ചിലപ്പോ നമ്മൾ താഴെ പ്രായമുള്ള പിള്ളേര്, അവർക്ക് ഇപ്പോഴും ക്രിസ്മസ് ഒക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി, പേരൻസ്, കരിയർ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ ശരിയാ, നീ പറഞ്ഞ ശരിയാണ്. അത് നമ്മുടെ ആ ഒരു ഇത് മാറി. ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ കുടുംബം നോക്കേണ്ട ഒരു ഇതിലോട്ട് വന്ന്, അപ്പൊ അവര് അതിൽ എൻഗേജ് ആയിട്ട് പോകും. അതൊരു വലിയ ഫാക്ടറാണ്, ഭയങ്കര വിഷമം വരുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവരോട് ദേഷ്യം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മള് ഇവിടെ ഇരിക്കുന്നത് പോലെ അല്ലല്ലോ അവർക്ക്. ചിലപ്പം എല്ലാവർക്കും ഈ ഏറ്റവും വലിയ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ ദുബായി പോയി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം പറയാനോടാ, ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്, എന്നാൽ കുടുംബത്തിന്റെ കൂടെ നിൽക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും സ്വന്തം നാട്ടില് സ്വന്തം വീട്ടില് വീട്ടുകാരുടെ ഒപ്പം കൂട്ടുകാരുടെ ഒപ്പം നിൽക്കാനും പറ്റി, അതിന്റെ കൂടെ തന്നെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ലക്കിയസ്റ്റ്. വേറൊരു നാട്ടിൽ പോയി ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. സത്യം പറയലോടാ, ഈ പോഡ്കാസ്റ്റ് ഒക്കെ കാണുന്ന പ്രവാസി ചേട്ടന്മാരുടെ അടുത്ത് റെസ്പെക്ട് മാത്രമേ, സത്യം റെസ്പെക്ട് മാത്രമേ ഉള്ളൂ നിങ്ങളോട്. കാരണം ഞാൻ അവിടെ പോയി കിടക്കുമ്പോൾ, ഈവൻ ദോ എനിക്ക് കയറി കിടക്കാൻ ഒരു അപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, എന്നിട്ട് പോലും ഞാൻ അനുഭവിച്ച ലോൺലിനെസ് വേറെ ആർക്കും ഉണ്ടാവല്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്ന മലയാളി ചേട്ടന്മാരും, അതുപോലെ തന്നെ ഈ ഷെയർഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരും, നിങ്ങളൊക്കെ ഈ ബാത്റൂമിലും എല്ലാ കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റിൽ, നിങ്ങളുടേതായിട്ടുള്ള ലിമിറ്റേഷനിൽ നിന്ന് യൂസ് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് അവിടെ നിൽക്കുന്ന നിങ്ങളെ പോലത്തെ ചേട്ടന്മാരോട് എനിക്ക് റെസ്പെക്ട് തോന്നിയത് അന്നാണ്. ശരിക്കും പറയാലോ ചേട്ടന്മാരെ, നിങ്ങളൊക്കെ അതിൽ എന്റെ അച്ഛനടക്കം വരും. എന്റെ അച്ഛനും 10-25 വർഷം അവിടെ കിടന്നതാ. അവരുടെയൊക്കെ ഒന്നുമില്ലെങ്കിൽ എനിക്ക് വെളിയിൽ പോയി ഹോട്ടലിൽ പോയി എന്റെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കാനുള്ള പൈസ എന്റെ ഉണ്ട്. പക്ഷെ അതുപോലും ഇല്ലാതെ മാറ്റി വെച്ച് വീട്ടിലോട്ട് അയക്കുന്ന പ്രവാസി ചേട്ടന്മാരോട് റെസ്പെക്റ്റേ ഉള്ളൂ. അവര് പോലും ചിലപ്പോ നേരെ ഒരു ബദാമോ ഒന്നും കഴിക്കാൻ മമ്മൂട്ടിയുടെ മറ്റേ എന്റെ പപ്പ ഒരു ഫിലിം കണ്ട് വിഷമിച്ച് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ്. എന്റെ വീട്ടുകാരും എനിക്ക് അത് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് ആ ഒരു കാര്യം. അതായത് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് അവിടെ കിട്ടുന്ന, പപ്പയ്ക്കൊക്കെ അവിടെ കിട്ടുന്ന കോമൺ ഫുഡ് ബദാം ഇതൊക്കെ, അവര് ശരിക്കും പറഞ്ഞാൽ മാറ്റി വെച്ച് മേടിച്ചോണ്ട് വരുന്നതാ. എന്നിട്ടും ഇപ്പോഴും ഗൾഫിലുള്ള അച്ഛന്മാരെക്കാളും കുറെ ഈ പിള്ളേരൊക്കെ റീൽസിലൊക്കെ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മയുടെ കൂടെ വളർന്നത്, എനിക്ക് അമ്മയാണ് അറ്റാച്ച്മെന്റ്. അപ്പൊ അച്ഛൻ എവിടാന്ന് ചോദിക്കുമ്പോ ഗൾഫിലാ. അപ്പൊ അച്ഛൻ അവിടെ പോയി കിടക്കണം എന്തിനാണെന്ന് നീ ആലോചിച്ച് നോക്കണം. അത് അവന് മനസ്സിലാവണേ കുറച്ചുകൂടെ പ്രായം കഴിയണം. കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ മനസ്സിലാവും. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും
നമ്മുടെ അച്ഛൻ സാക്രിഫൈസ് ചെയ്ത് നമുക്ക് തന്നതാണ്. അവരുടെ ലൈഫിലെ സന്തോഷം ആയിക്കോട്ടെ, ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന മൊമെന്റ് എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെ എല്ലാം ഫാമിലിക്ക് വേണ്ടി മാറ്റി 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 വെച്ച് അവരിപ്പോ ഇതൊന്നും തിന്നു കാണൂല. ബദാം, മറ്റേ പിസ്ത, സത്യം ആകെ ഈന്തപ്പഴം കിട്ടും, ഈന്തപ്പഴം വല്ലപ്പോഴും തിന്നാണ്. ബദാം, പിസ്ത ഇതെല്ലാം മാറ്റി വെച്ച് പിന്നെ അവര് ഒരു അത്ര പോലും അടിക്കാതായിരിക്കും അവർ ഇവിടെ ഓരോ സ്പ്രേ കൊണ്ട് തരുന്നത്. ഇത് ബാക്കി ബന്ധുക്കളൊക്കെ എന്ത് വിചാരിക്കുന്നു, അവനവിടെ മറ്റേ സ്പ്രേ കച്ചവടമാണ് അടിച്ചു ഇവിടെ ഇതിന്റെ ആവശ്യം എന്തോ ഞങ്ങൾ കൊണ്ടുപോയി, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ബന്ധുക്കൾക്കൊക്കെ. ഉറപ്പായിട്ടും അതുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തില് ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് കുറച്ചു പേരുടെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ലെ, ഞാൻ മെയിൻ ആയിട്ട് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. 2024 എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞ്, ഇപ്പൊ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അത് നമ്മളെന്നല്ല, നമ്മളിപ്പോ വീഡിയോയിൽ നിന്നല്ല ഞാൻ പറയണം. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനായിക്കോട്ടെ, അവനിപ്പോ മോശമായിട്ട് പോവുകയാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾക്ക് അവരുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിക്കോട്ടെ. ചില ആൾക്കാരുണ്ടോ ഇപ്പോഴും എനിക്കറിയാം, എന്നുവെച്ചാൽ നമ്മുടെ ലൈവ് കാണുന്ന, പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ലൈവ് കാണുന്ന ആൾക്കാരിൽ കുറെ പേര് പറയാറുണ്ട് അണ്ണാ ഒരു സംസാരിക്കാൻ പോലും ആരും ഇല്ലെന്ന്. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ഡിസ്കോഡിൽ ഒരു VC ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് മറ്റേ ഗെയിംസ് ഒക്കെ കളിക്കണം. ഡിസ്കോഡ് എല്ലാരും കളിച്ചോണ്ടിരിക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നല്ലോ എന്ന് അറിഞ്ഞപ്പോ എനിക്കത് ഭയങ്കര സന്തോഷം വന്നു. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ള കേസ്. ചിലപ്പം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ മിസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കുറെ നാളായി കോണ്ടാക്റ്റിലില്ല എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ഈഗോ മറന്നിട്ട് ജസ്റ്റ് എടാ ഓക്കെ അല്ലേ എന്നൊരു മെസ്സേജ്, എടാ സുഖമാണോ എന്നൊരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്ക്. റിപ്ലൈ അവർ തരുന്ന ആൾക്കാരെ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്തോ. ഇഗ്നോർ ചെയ്യുന്നവരെ പൊക്കോട്ടെ. നമ്മുടെ ഈഗോ എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് കൂട്ടിക്കോ. ഒന്ന് പഴയ ഫ്രണ്ട്സ് ചിലപ്പോ ഉണ്ടല്ലോ, ചില ബോണ്ടുകളൊക്കെ തിരിച്ചു വരാൻ ഒറ്റ മെസ്സേജ് മതി. രണ്ടുപേർക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ 2024 അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു റെസൊല്യൂഷൻ നമുക്ക് വെക്കാം. വേറെ വലിയ നിങ്ങളുടെ 6 പാക്കും വിട്ടുപോയ ഫ്രണ്ട്ഷിപ്പോ പറയാതെ പോയ ഇഷ്ടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് അങ്ങ് അറിയിച്ചാൽ, പറയാതെ പോയ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയിക്കണം. അത് അറിയിക്കാതിരിക്കരുത്. അതിന്റെ പേര് പിന്നെ നിങ്ങൾ കരയും വിഷമിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ അല്ലേ? അതെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടങ്ങിപ്പോയ ഫ്രണ്ട്ഷിപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജും കൂടെ അയച്ച് അവരെയും കൂടെ ഒന്ന് ഹാപ്പി ആക്ക്. അവർ തിരിച്ചയക്കുമ്പോൾ നിങ്ങളും ഹാപ്പി ആവും. അപ്പം നമ്മൾ അധികം അങ്ങോട്ട് നീട്ടുന്നില്ല. നമ്മള് അടുത്ത പോഡ്കാസ്റ്റ് മുതൽ നമുക്ക് എന്തായാലും ഗസ്റ്റ് ഉണ്ടാവും. കിഡിലൻ, അതായത് ഗസ്റ്റ് മാത്രമുള്ള എപ്പിസോഡ്സ് ആയിരിക്കത്തില്ല. ഒരു എപ്പിസോഡ് ഗസ്റ്റ് ഉണ്ടാവും, ഒരു എപ്പിസോഡ് ഗസ്റ്റ് ഇല്ലായിരിക്കും. നമ്മള് കുറച്ച് നല്ല ടോപ്പിക്കുകൾ എടുത്ത്, ഇതുവരെ നമ്മൾ ജസ്റ്റ് ബേസിക് കൊണേഡികൾ മാത്രം, സീരിയസ് ആക്കത്തില്ല ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ്. ഞങ്ങൾ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഞങ്ങൾ എന്തായാലും കൊണ്ടുവരും. അപ്പം വൺസ് അഗൈൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ ചാനലാണ്. വീഡിയോ കാണുന്ന 60% പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഡു സബ്സ്ക്രൈബ്. ആൻഡ് അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ആൻഡ് വൺസ് അഗൈൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം അണ്ണനും കണ്ണനും അടുത്ത എപ്പിസോഡിലേക്ക് നല്ലൊരു സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം മീ ആൻഡ് കണ്ണാപ്പി സൈനിങ് ഓഫ്. ബൈ.